കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും പടർന്ന പുക അവസാനിപ്പിച്ചു. പുക കണ്ടത് അത്യാഹിത വിഭാഗത്തിന്റെ 6ാം നിലയിൽ. രോഗികളെ മാറ്റി. അപകടം ഇലക്ട്രിക് വിഭാഗത്തിന്റെ പരിശോധനയ്ക്കിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ. സമഗ്ര ഫയർ ഓഡിറ്റിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായ ലഹരിക്കേസിൽ സംവിധായകൻ സമീർ താഹിറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. എക്സൈസ് നടപടി ചോദ്യം ചെയ്യലിന് ശേഷം. പഹൽഗാം ഭീകരാക്രമണത്തിൽ തെരച്ചിൽ തുടരുന്നു. ഒളിത്താവളം തകർത്ത് സൈന്യം. ബാഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്താൻ ഇന്ത്യയുടെ തീരുമാനം. വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറൺ സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ മരണം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധയേറ്റു. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുട്ടികൾ. വാക്സിനെ കുറിച്ച് ആരും തെറ്റായ പ്രചരണം നടത്തരുതെന്ന് ആരോഗ്യമന്ത്രി. KPCC പുനഃസംഘടനാ ചർച്ചകൾ നടത്തി തന്നെ അപമാനിക്കുന്നുവെന്ന് K. സുധാകരൻ. പരാതി അറിയിച്ചത് AK ആന്റണിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. വേണ്ടിവന്നാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാർ. പുനഃസംഘടന പൊതു ചർച്ചയാക്കി മാറ്റരുതെന്നും സുധാകരൻ. പൂരാവേശത്തിൽ തൃശൂർ. തെക്കേ ഗോപുരവാതിൽ തുറന്ന് പൂരവിളംബരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ എന്ന ആന. സമ്പൂർണ്ണ സംപ്രേഷണവുമായി കേരള വിഷൻ ന്യൂസ്. പത്തനംതിട്ടയിൽ വ്യാജ ഹോൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ അക്ഷയ സെന്റർ ജീവനക്കാരി പിടിയിൽ. നെയ്യാറ്റിങ്കര സ്വദേശി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതായി പോലീസ്. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ മറന്നതിനാൽ വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയതായി മൊഴി. വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു. ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർകോട്ട് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് NA നെല്ലിക്കുന്ന് MLA. ഇടതുപക്ഷ സർക്കാർ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കണമെന്ന് സമരക്കാർ.